IT രംഗത്തെ വികസനം കൊണ്ട് ലോകമെമ്പാടും ശ്രദ്ധ നേടിയ തെലങ്കാന നഗരമാണ് ഹൈദരാബാദ്. ലോകത്തിലെ പ്രമുഖ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനികൾക്കെല്ലാം ഹൈദരാബാദിൽ കേന്ദ്രങ്ങളുണ്ട്. IT-യിലൂടെയാണ് പ്രസിദ്ധമെങ്കിലും സമ്പന്നമായൊരു ചരിത്ര പശ്ചാത്തലം കൂടി ഹൈദരാബാദിന് സ്വന്തമായുണ്ട്. തെക്കേ ഇന്ത്യയിലെ ശക്തമായ മുസ്ലിം രാഷ്ട്രമായിരുന്നു നൂറ്റാണ്ടുകളോളം ഹൈദരാബാദ്. ഇന്ത്യ സ്വതന്ത്രമായ ശേഷവും ഒരു വർഷത്തോളം യൂണിയനിൽ ചേരാതെ സ്വതന്ത്രമായി നിലനിൽക്കാൻ നിസാം ഭരണത്തിന് കീഴിലായിരുന്ന ഹൈദരാബാദിന് കഴിഞ്ഞിരുന്നു. വേറിട്ട ചരിത്ര പാരമ്പര്യത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന നിരവധി സ്മാരകങ്ങൾ നഗരത്തിലുണ്ട്. ധാരാളം മോഡേൺ ടൂറിസ്റ്റ് സെന്ററുകളും. പോകാം ഹൈദരാബാദിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഹൈദരാബാദ് നഗരത്തിലെ പ്രധാനപ്പെട്ട 12 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ചാർമിനാർ, തുടർന്ന് മെക്ക മസ്ജിദ്, അടുത്തതായി ലാഡ് ബസാർ, പിന്നെ ചൗമഹല്ല പാലസ്, തുടർന്ന് താജ് ഫലക്നുമ പാലസ്, അടുത്തതായി ഗോൾക്കൊണ്ട ഫോർട്ട്, പിന്നെ ഇബ്രാഹിം ബാഗ്. അവിടെ നിന്നും ഹൈടെക് സിറ്റി, തുടർന്ന് NTR ഗാർഡൻ ആൻഡ് ലുംബിനി പാർക്ക്, പിന്നെ ഹുസൈൻ സാഗർ ലേക്ക്. അവിടെ നിന്നും റാമോജി ഫിലിം സിറ്റി. അവസാനമായി പോച്ചംപള്ളി. ഹൈദരാബാദിന്റെ അടയാളമായ ചാർമിനാറിൽ നിന്ന് തന്നെ യാത്ര ആരംഭിക്കാം. നഗരത്തിന്റെ ഏതാണ്ട് മധ്യത്തിലായി വരും ഈ സ്മാരകത്തിന്റെ സ്ഥാനം. 16-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ പണികഴിപ്പിച്ചതാണിത്. അന്നിവിടെ നൂറുകണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ പ്ലേഗ് പടർന്നു പിടിച്ചിരുന്നു. പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായപ്പോൾ ആ നേട്ടത്തിന്റെ സ്മരണയ്ക്കായി രാജാവിന്റെ നിർദ്ദേശപ്രകാരം ചാർമിനാർ പണിതുയർത്തുകയായിരുന്നു. അതുകൊണ്ടുതന്നെ നിർമ്മാണത്തിലെ സൗന്ദര്യത്തോടൊപ്പം ഹൈദരാബാദിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തെയും ഈ നിർമ്മിതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചിത്രങ്ങളിലൂടെയും മറ്റും വലിയ പ്രചാരം നേടിയിട്ടുള്ളതിനാൽ ഹൈദരാബാദ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ചാർമിനാർ ആയിരിക്കും. ചെറുതായി തോന്നുമെങ്കിലും ഒരു ബൃഹത് നിർമ്മിതിയാണിത്. മിനാരങ്ങൾക്ക് 14 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട്. പേർഷ്യൻ, ഇന്ത്യൻ, ഇസ്ലാമിക് ശൈലികളിൽ രൂപകൽപ്പന ചെയ്ത് മാർബിളും ചുണ്ണാമ്പുകല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച മന്ദിരത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിൽ കൊത്തുപണികൾക്ക് മുഖ്യ സ്ഥാനമുണ്ട്. വാതിലുകളിലും ജനാലകളിലും കമാനങ്ങളിലും മേൽക്കൂരകളിലുമെല്ലാം കൊത്തുപണികൾ കാണാം. ചാർമിനാറിന്റെ തൂണുകളിൽ നിർമ്മിച്ചിട്ടുള്ള പടികളിലൂടെ 1-ാം നിലയിൽ വരെ എത്താനാകും. സമീപത്തെ മാർക്കറ്റ്, മെക്ക മസ്ജിദ്, യുനാനി സെന്റർ എന്നിവയൊക്കെയാണ് ഇവിടെ നിന്നുള്ള വിശാലമായ കാഴ്ചയിൽ ഉൾപ്പെടുന്നത്. ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട ആരാധനാലയം കാണാനാണ് ഇനി നാം പോകുന്നത്. മെക്ക മസ്ജിദ് 1617 വിപുലമായ സൗകര്യങ്ങളോടെ നഗരത്തിൽ ആദ്യമായി നിർമ്മിച്ച മോസ്ക്.
മുഗൾ ഭരണവുമായും മോസ്കിന് അടുത്ത ബന്ധമുണ്ട്. പണികൾ 1 നൂറ്റാണ്ടോളം നീണ്ടുപോയ ഘട്ടത്തിൽ മുഗൾ ചക്രവർത്തി ഔറംഗസീബ് ഇടപെട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. വലിപ്പം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മോസ്കുകളിൽ ഒന്നാണിത്. അതുപോലെ പഴക്കം കൊണ്ടും മെക്ക മസ്ജിദ് ഇന്ത്യയിൽ സവിശേഷമാകുന്നുണ്ട്. മെക്ക മസ്ജിദ് എന്ന മോസ്കിന് പേര് വരാൻ കാരണമുണ്ട്. സൗദിയിൽ മെക്കയിൽ നിന്നും കൊണ്ടുവന്ന കല്ലും മണ്ണും ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ ചില പ്രധാന ഭാഗങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അക്കാരണത്താൽ മെക്ക മസ്ജിദ് എന്ന് പേര് നൽകുകയായിരുന്നു. വലിയ തൂണുകളിൽ ഉയർന്നു നിൽക്കുന്ന വിശാലമായ ഹാൾ മോസ്കിലെ പ്രധാന കാഴ്ചയാണ്. ഹൈദരാബാദിലെ മുസ്ലിം ഭരണാധികാരികളുടെ കിരീടധാരണം നടന്നിരുന്ന ആരാധനാലയമാണിത്. രാജകുടുംബത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളും ഇവിടെ അരങ്ങേറിയിരുന്നു. നിരവധി നിസാമുമാരുടെ മൃതശരീരങ്ങൾ മെക്ക മസ്ജിദിൽ അടക്കം ചെയ്തിട്ടുണ്ട്. മന്ദിരത്തിന്റെ തെക്കുഭാഗത്തായി ഈ കല്ലറകൾ കാണാനാകും. മോസ്കിന് മുന്നിലുള്ള അങ്കണം സായന്തനങ്ങളിലും മറ്റും ആളുകൾ ഒത്തുകൂടുന്ന ഇടമാണ്. ആയിരക്കണക്കിന് പ്രാവുകളുടെ സാന്നിധ്യം കൊണ്ടും ഈ മുറ്റം ആകർഷകമാകുന്നു. ഇനി കാണേണ്ടത് നഗരത്തിലെ പ്രധാനപ്പെട്ട ലോക്കൽ മാർക്കറ്റാണ്, ലാഡ് ബസാർ. ബാംഗിൾ ബസാർ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഏതാണ്ട് 1 കിലോമീറ്ററോളം നീളമുള്ള പാതയിൽ സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റിൽ വിൽക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ്. വളകളാണ് ഇതിൽ പ്രധാനം. 3 നൂറ്റാണ്ട് മുമ്പ് തന്നെ വളകൾക്ക് പ്രസിദ്ധമായിരുന്നു ഹൈദരാബാദ്. രാജകീയ വിവാഹങ്ങൾക്കും മറ്റും വധുവിനണിയാൻ ദൂരദേശങ്ങളിലേക്ക് ഇവിടെ നിന്നും വള കൊണ്ടുപോയിരുന്നു. ലാഡ് ബസാറിൽ പലതരം ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ എന്നിവയെല്ലാം ലഭിക്കും. മാർക്കറ്റ് പകലും സജീവമാണെങ്കിലും രാത്രിയാകുന്നതോടെയാണ് തിരക്ക് കൂടുക. ടൂറിസ്റ്റുകൾ കൂടുതൽ എത്തുന്നതും രാത്രിയിലാണ്. വൈദ്യുത വെളിച്ചത്തിൽ തിളങ്ങുന്ന ആഭരണങ്ങളും മറ്റും ഇവിടെ ആകർഷകമായ കാഴ്ചയാകുന്നു. വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനാകുമെന്നതാണ് ലാഡ് ബസാറിന്റെ മറ്റൊരു പ്രത്യേകത. ചൗമഹല്ല കൊട്ടാരമാണ് ഇനി നമുക്ക് കാണേണ്ടത്. ഹൈദരാബാദ് ഭരിച്ചിരുന്ന നിസാം രാജകുടുംബത്തിന് നഗരത്തിൽ നിരവധി കൊട്ടാരങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ചൗമഹല്ല. വിശാലമായ കോമ്പൗണ്ടിൽ ഒറ്റനിലയുള്ള മന്ദിരങ്ങൾ ഉൾപ്പെടുന്ന സമുച്ചയം. രാജഭരണകാലത്ത് ഈ മന്ദിരങ്ങൾ ഓരോന്നും ഓരോ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. ഇന്ന് മിക്ക കെട്ടിടങ്ങളും മ്യൂസിയത്തിന്റെ ഭാഗമാക്കുകയും മറ്റുള്ളവ സുവനീർ ഷോപ്പുകൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംരക്ഷണത്തിനായുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും കാലപ്പഴക്കത്തിൻ്റെതായ അടയാളങ്ങൾ കൊട്ടാരത്തിലെമ്പാടും കാണാം. ഏതാണ്ട് 100 വർഷം കൊണ്ടാണ് ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഇറാൻ ഭരണാധികാരിയായിരുന്ന ഷായുടെ കൊട്ടാരമായിരുന്നു മാതൃക. നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതും പേർഷ്യയിൽ നിന്നുള്ള ആർക്കിടെക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ പേർഷ്യൻ അലങ്കാര പണികൾ കൊട്ടാരത്തിലെ മന്ദിരങ്ങളിൽ ധാരാളമായി കാണാനാകും. ഖിൽവത്ത് മുബാറക് എന്ന മന്ദിരമാണ് സമുച്ചയത്തിലെ ഏറ്റവും മനോഹരമായ നിർമ്മിതി. രാജാവിന്റെ ദർബാർ ഹാളും സിംഹാസനവും ഇതിലാണ് ഉണ്ടായിരുന്നത്. കൊത്തുപണികളും തിളങ്ങുന്ന മാർബിളും ബെൽജിയൻ ഗ്ലാസിൽ നിർമ്മിച്ച തൂക്കുവിളക്കുകളും എല്ലാം ചേരുന്ന
ദർബാർ ഹാൾ അതിമനോഹരമായ കാഴ്ച തന്നെയാണ്. 2.5 നൂറ്റാണ്ട് മുമ്പ് സ്ഥാപിച്ച ക്ലോക്ക് ടവർ, രാജഭരണകാലത്തെ പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുള്ള അഫ്താബ് മഹൽ, മെഹ്താബ് മഹൽ എന്നിവയൊക്കെയാണ് ഇവിടുത്തെ മറ്റ് കാഴ്ചകൾ. ഇനി കാണേണ്ടത് നിസാം രാജകുടുംബത്തിന്റെ മറ്റൊരു കൊട്ടാരമായ ഫലക്നുമ പാലസ് ആണ്. നഗരപ്രാന്തത്തിൽ ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹര മന്ദിരം. നിസാം രാജാക്കന്മാർ ഒഴിവു സമയം ചിലവഴിക്കാൻ എത്തുന്ന ഇടമായിരുന്നു ഇത്. വിശിഷ്ട അതിഥികളെയും അവർ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇന്ന് ഫലക്നുമ കൊട്ടാരം താജ് ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. അവർ പഴമയും പാരമ്പര്യവും സംരക്ഷിക്കുന്ന ഒരു ഹോട്ടലാക്കി കൊട്ടാരത്തെ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രധാന കോമ്പൗണ്ടിലേക്ക് അന്യർക്ക് പ്രവേശിക്കാനാവില്ല. ഒന്നുകിൽ മുറി എടുത്തിരിക്കണം, അല്ലെങ്കിൽ പ്രത്യേക അനുവാദം വേണം. കൊട്ടാരത്തിന്റെ സ്ഥാനം ഒരു കുന്നിന്റെ നെറുകയിലായതുകൊണ്ട് തന്നെ ഹൈദരാബാദ് നഗരത്തിന്റെ വിശാലമായ ദൃശ്യം മുഴുവൻ കാണാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. താമസക്കാരായി എത്തുന്നവരെ സ്വീകരിക്കാൻ നിസാം കാലത്തെ ചിട്ടവട്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക വേഷം ധരിച്ച പരിചാരകർ കുതിരവണ്ടിയുമായി എത്തി പരമ്പരാഗത ശൈലിയിൽ തന്നെ അവരെ ആനയിക്കും. കുതിരകളെ പരിപാലിച്ചിരുന്ന ലായവും കുതിരവണ്ടികളുമെല്ലാം ഇന്നും ഇവിടെ കാണാം. കൊളോണിയൽ ആർക്കിടെക്ചറിലാണ് കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഒരു ഇംഗ്ലീഷ് ആർക്കിടെക്റ്റിന്റെ ഡിസൈനിൽ നിർമ്മിച്ച കൊട്ടാരത്തിനു ചുറ്റും ഭൂപ്രകൃതിക്ക് കോട്ടം വരുത്താതെ മനോഹരമായ ഗാർഡനുകൾ ഒരുക്കിയിട്ടുണ്ട്. ഉൾവശത്ത് ആഡംബരം നിറഞ്ഞ മുറികളും ഹാളുകളുമൊക്കെയാണ് കാഴ്ച. സമ്പന്നരായിരുന്ന നിസാമുമാരുടെ പണത്തിന്റെ ബലം അലങ്കാരങ്ങളുടെയും സൗകര്യങ്ങളുടെയും രൂപത്തിൽ ഉള്ളിൽ കാണാനാവും. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അടുത്തത് ഹൈദരാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമായ ഗോൽക്കൊണ്ട ഫോർട്ടാണ്. തെക്കേ ഇന്ത്യയിലെ ഇസ്ലാമിക ഭരണ പാരമ്പര്യത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായി ഇതിനെ വിശേഷിപ്പിക്കാനാകും. ഇടയന്മാരുടെ കുന്നിൻപുറം എന്നർത്ഥമുള്ള വാക്കാണ് ഗോൽക്കൊണ്ട. കുത്തബ് ഷാഹി രാജവംശം ഹൈദരാബാദ് ഭരിച്ച കാലത്തായിരുന്നു ഈ കുന്നിന് മുകളിൽ കോട്ട പണി കഴിപ്പിച്ചത്. അന്ന് ഹൈദരാബാദ് മേഖലയുടെ ഭരണം കേന്ദ്രീകരിച്ചിരുന്നതും ഇവിടെ തന്നെയാണ്. നിലവിൽ ഗോൽക്കൊണ്ട കുന്നിലും താഴ്വരയിലുമെല്ലാമായി ആർക്കിയോളജിക്കൽ സൈറ്റ് വ്യാപിച്ചു കിടക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ സ്മാരകം നന്നായി സംരക്ഷിക്കുന്നുണ്ട്. തകർന്നതും തകരാത്തതുമായ പലതരം നിർമ്മിതികൾ കണ്ടും അവയുടെ വിശേഷങ്ങൾ അറിഞ്ഞും നമുക്ക് സൈറ്റിലെ നടപ്പാതകളിലൂടെ നടക്കാം. ഒരു ഗൈഡ് കൂടെയുണ്ടെങ്കിൽ വിശദമായ കഥകളും പ്രത്യേകതകളും മനസ്സിലാക്കുകയും ചെയ്യാം. കുന്നിൻ മുകളിലെ ദർബാർ ഹാളാണ് ഇവിടെ ഒരു പ്രധാന കാഴ്ച. കൂടെ കുത്തബ് ഷാഹി വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമായ ഇബ്രാഹിം മോസ്കും. ഹൈദരാബാദ് മേഖലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ഗോൽക്കൊണ്ട ഹിൽ. അതുകൊണ്ട് തന്നെ നഗരത്തിന്റെയും ചുറ്റുവട്ട പ്രദേശങ്ങളുടെയും പനോരമിക് കാഴ്ച ഇവിടെ നിന്നും സാധ്യമാകും. ഗോൽക്കൊണ്ട ഫോർട്ടും ഇവിടെ നിന്നും പൂർണ്ണ രൂപത്തിൽ ദർശിക്കാം. ഉയരത്തിൽ നിന്നും കാണുമ്പോൾ ഒരു തകർന്ന പുരാതന നഗരത്തിന്റെ രൂപമാണ് കോട്ടയ്ക്ക്.
കുന്നിന്റെ താഴെയുള്ള പ്രധാന കൊട്ടാര ഭംഗി റാണി മഹൽ എന്നറിയപ്പെടുന്നു. രാജകുടുംബത്തിലെ സ്ത്രീജനങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇനി ഹൈദരാബാദ് നഗരത്തിന്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മറ്റൊരു സ്മാരകം കാണാം. ഇബ്രാഹിം ബാഗ് എന്നറിയപ്പെടുന്ന കുത്തബ് ഷാഹി ടൂംസ്. കുത്തബ് ഷാഹി ഭരണകാലത്ത് രാജാക്കന്മാരെയും പ്രമുഖരായ രാജകുടുംബാംഗങ്ങളെയും അടക്കം ചെയ്തിരുന്നത് ഇവിടെയാണ്. ഓർമ്മയ്ക്കായി ഖബറുകൾക്ക് മുകളിൽ വലിയൊരു കുടീരവും അന്ന് സ്ഥാപിച്ചിരുന്നു. ഇത്തരം ശവകുടീരങ്ങളുടെ ഒരു കോംപ്ലക്സ് ആണ് ഇബ്രാഹിം ബാഗ്. കുത്തബ് ഷാഹി ആർക്കിടെക്ചറിൽ പണിതുയർത്തിയിട്ടുള്ള കുടീരങ്ങളെല്ലാം ഗംഭീര കാഴ്ച തന്നെയാണ്. തകർന്നതും തകരാത്തതും പണി പൂർത്തിയാകാത്തതുമായ കുടീരങ്ങൾ ഇവിടെയുണ്ട്. ഈ സ്മാരകങ്ങൾ ഓരോന്നിനും ഒട്ടേറെ ചരിത്രം പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ കുത്തബ് ഷാഹി ടൂംസ് സന്ദർശിക്കുമ്പോൾ ഗൈഡിന്റെ സഹായം തേടുന്നത് നല്ലതാണ്. ഖബറുകളിൽ അടക്കം ചെയ്തിരിക്കുന്നവരെ പറ്റിയും അവർ ജീവിച്ച കാലഘട്ടത്തെ പറ്റിയുമുള്ള വിവരങ്ങൾ ഗൈഡ് പങ്കുവയ്ക്കും. വലിയ തിരക്കില്ലാത്തതിനാൽ എല്ലായിടവും വിശദമായി കാണാനും കഴിയും. ഇനി കാണേണ്ടത് ആധുനിക ഹൈദരാബാദിന്റെ മുഖമായ ഹൈടെക് സിറ്റിയാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട IT സെന്റർ. മോഡേൺ ഡിസൈനിൽ നിർമ്മിക്കപ്പെട്ട മന്ദിരങ്ങളാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. ഓരോ മന്ദിരവും രൂപകൽപ്പന കൊണ്ട് വ്യത്യസ്തമാകുന്നതിനാൽ ഹൈടെക് സിറ്റി ടൂറിസ്റ്റുകൾക്കും വേറിട്ട അനുഭവമാകുന്നു. ഹൈടെക് സിറ്റിയിലെ സൈബർ ടവേഴ്സ് എന്ന കെട്ടിടമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നഗരത്തിൽ IT വ്യവസായത്തിന് തുടക്കം കുറിച്ചത് ഈ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടാണ്. ചരിത്രം കൊണ്ടും ഡിസൈൻ കൊണ്ടും ശ്രദ്ധേയമാകുന്ന കെട്ടിടം ഇപ്പോഴൊരു ഫോട്ടോ സ്പോട്ട് കൂടിയാണ്. ശില്പാരാമം എന്ന ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ആണ് ഇവിടെ സന്ദർശിക്കേണ്ട മറ്റൊരിടം. ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ ശില്പാരാമത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ദുർഗം ചെരുവ് തടാകവും പാലവുമാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച. തൂക്കുപാലം പകലും രാത്രിയും ഒരു ഗംഭീര കാഴ്ചയാണ്. രാത്രിയിൽ LED ലൈറ്റുകൾ കൊണ്ട് പ്രകാശിതമാകുന്ന പാലം മറക്കാനാവാത്ത ദൃശ്യാനുഭവം തന്നെയായിരിക്കും. നിരവധി വൻകിട ഷോപ്പിംഗ് മാളുകളും ഹൈടെക് സിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹൈദരാബാദ് നഗരത്തിലെ 2 പ്രധാന അർബൻ പാർക്കുകൾ സന്ദർശിക്കാം. NTR ഗാർഡൻ ആൻഡ് ലുംബിനി പാർക്ക്. തെലുങ്ക് സിനിമാ നടനും നേതാവുമായിരുന്ന NTRന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച പാർക്കാണ് NTR ഗാർഡൻ. നഗരവാസികൾക്ക് സമയം ചിലവിടാൻ വേണ്ടതെല്ലാം പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. കുടുംബസമേത സന്ദർശിക്കാൻ പറ്റിയ ഡെസ്റ്റിനേഷനാണിത്. ലാൻഡ്സ്കേപ്പ് ചെയ്ത ഉദ്യാനത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ കണ്ടു നടക്കുകയെന്നതാണ് ഇവിടുത്തെ രസകരമായ ആക്ടിവിറ്റി. സായന്തനത്തിൽ വൈദ്യുത വിളക്കുകൾ തെളിയുന്നതോടെ പാർക്ക് തികച്ചും വ്യത്യസ്തമായ കാഴ്ചയാകും. NTRന്റെ ഓർമ്മയ്ക്കായുള്ള മെമ്മോറിയലും ഈ പാർക്കിലെ കാഴ്ചയാണ്. ശില്പങ്ങൾ, മോഡേൺ ഡിസൈനിലുള്ള മണ്ഡപം, മ്യൂസിയം എന്നിവയെല്ലാം മെമ്മോറിയലിന്റെ ഭാഗമാണ്. ലുംബിനി പാർക്ക് ബുദ്ധനുമായി ബന്ധപ്പെട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആകർഷകമായ ഫൗണ്ടനുകൾ, ഫ്ലവർ ബെഡുകൾ എന്നിവയെല്ലാം ഇവിടെയുമുണ്ട്. ലുംബിനി പാർക്കിന്റെ മുഖ്യ ആകർഷണം മ്യൂസിക്കൽ ഫൗണ്ടനാണ്. രാത്രിയിൽ നടക്കുന്ന പ്രദർശനം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഷോകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് കാണേണ്ടത്
പ്രസിദ്ധമായ ഹുസൈൻ സാഗർ ലേക്കാണ്. ഹൈദരാബാദ് നഗരത്തിന്റെ ഒരടയാളം തന്നെയാണ് ഈ തടാകം. 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച തടാകമാണിത്. മുസി നദിയിൽ നിന്നും കനാലുകൾ വഴി ജലമെത്തിച്ചാണ് ഇതിൽ വെള്ളം നിറയ്ക്കുന്നത്. ഹൈദരാബാദിൽ നിന്നും സമീപത്തെ സെക്കൻഡറാബാദ് നൈബർഹുഡിനെ വേർതിരിക്കുന്നതും 5 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഹസൻ സാഗറാണ്. പകലായാലും രാത്രിയായാലും ഹുസൈൻ സാഗർ തടാകം ഒരു മനോഹരമായ കാഴ്ചയാകുന്നുണ്ട്. പകൽ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന ജലപ്പരപ്പും ചുറ്റുവട്ടവും വേറിട്ട ദൃശ്യാനുഭവം സമ്മാനിക്കുന്നു. സന്ധ്യയാകുന്നതോടെ ആകാശത്തുണ്ടാകുന്ന നിറഭേദങ്ങൾ തടാകത്തിലും വർണ്ണശബളമായ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും. തടാകത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം മധ്യത്തിലായുള്ള ബുദ്ധന്റെ പ്രതിമയാണ്. 18 മീറ്റർ ഉയരമുള്ള പ്രതിമയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത ബുദ്ധപ്രതിമയെന്ന പ്രത്യേകതയുണ്ട്. ബോട്ടിംഗ് ആണ് ഇവിടെ സഞ്ചാരികൾ ആസ്വദിക്കുന്ന ആക്ടിവിറ്റി. സ്പീഡ് ബോട്ട് അടക്കം പലതരം ബോട്ടുകൾ തടാകത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. ബോട്ടിൽ തടാകത്തിലൂടെ കറങ്ങി ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ അല്പനേരം ചിലവിട്ട് തിരിച്ച് കരയിലെത്താം. ഇനി പോകേണ്ടത് റാമോജി ഫിലിം സിറ്റിയിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര സ്റ്റുഡിയോ സമുച്ചയം. സിനിമ നിർമ്മാണത്തിന് വേണ്ട എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും റാമോജി ഫിലിം സിറ്റിയിൽ ഒരുക്കിയിട്ടുണ്ട്. സിനിമാറ്റിക് തീം പാർക്ക് കൂടി ഒരുക്കി ടൂറിസത്തിനും അനുയോജ്യമാക്കിയിരിക്കുകയാണ് ഇതിനെ. 2000 ഏക്കർ വിസ്തൃതിയിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഫിലിം സിറ്റിക്കുള്ളിൽ കുന്നുകളും താഴ്വരകളും ഗ്രാമങ്ങളും വനസമാനമായ പ്രദേശങ്ങളുമെല്ലാമുണ്ട്. സിനിമാ ചിത്രീകരണത്തിന് ഉപയോഗിക്കാൻ കഴിയും വിധമാണ് ഫിലിം സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. കഥാപശ്ചാത്തലത്തിനനുസരിച്ച് മാറ്റം വരുത്താനാവുന്ന സെറ്റുകൾ, ലാൻഡ്സ്കേപ്പ് ചെയ്ത റോഡുകൾ, ഉദ്യാനങ്ങൾ, മണ്ഡപങ്ങൾ, അങ്ങനെ പലതരം നിർമ്മിതികൾ. ഷൂട്ടിംഗ് നടക്കുന്ന ഇടങ്ങളിൽ സന്ദർശകർക്ക് നിയന്ത്രണങ്ങളുണ്ടാകും. മറ്റിടങ്ങളിൽ ഗൈഡുകളോടൊപ്പം ബസ്സിൽ സഞ്ചരിച്ച് കാണാനാകും. ചലച്ചിത്ര നിർമ്മാണത്തിന്റെ രീതികൾ കണ്ടു മനസ്സിലാക്കാം എന്നതാണ് ഈ യാത്രയുടെ പ്രത്യേകത. ഗൈഡുകൾ ഓരോ ഇടത്തിന്റെയും പ്രത്യേകതകൾ പറഞ്ഞു തരികയും ചെയ്യും. സിനിമയുടെ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്ന സെക്ഷനുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി ഒരു സിനിമ തയ്യാറാകുന്നത് എങ്ങനെയെന്ന് ഇവിടെ കണ്ടു മനസ്സിലാക്കാം. പല പ്രമുഖ സിനിമകളുടെയും സെറ്റുകൾ ഫിലിം സിറ്റിയിൽ സംരക്ഷിക്കുന്നുണ്ട്. ബാഹുബലിയിലെ മാഹിഷ്മതി, മഹാഭാരതത്തിലെ കൊട്ടാരം എന്നിവയൊക്കെ ഇവിടെ സന്ദർശകരെ രസിപ്പിക്കുന്ന കാഴ്ചകളാകുന്നു. ലൈവ് ഷോകളാണ് പാർക്കിലെ മറ്റൊരു പ്രധാന കാഴ്ച. വിദഗ്ധരായ കലാകാരന്മാർ അഡ്വഞ്ചർ, കോമഡി ഷോകൾ വലിയ സ്റ്റേജുകളിൽ അത്ഭുതകരമായി അവതരിപ്പിക്കുന്നു. ഇതുകൂടാതെ വഴിയരികിൽ അതീവ രസകരമായ സ്ട്രീറ്റ് പെർഫോമൻസുകളും നടക്കുന്നുണ്ട്. അവസാനമായി നമുക്ക് തെലങ്കാനയുടെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള പോച്ചംപള്ളി എന്ന ഗ്രാമത്തിലേക്ക് പോകാം. ഇന്ന് ഗ്രാമീണ അവസ്ഥയിൽ നിന്നും മാറി പോച്ചംപള്ളി ഒരു പട്ടണമായി പരിണമിച്ചിട്ടുണ്ട്. രണ്ട് പ്രത്യേകതകളാണ് പോച്ചംപള്ളിക്കുള്ളത്. ഒന്ന്, ഇതൊരു നെയ്ത്ത് ഗ്രാമമാണെന്നതാണ്. രണ്ട്,
ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂപരിഷ്കരണ മുന്നേറ്റമായ ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച മണ്ണാണെന്നതും. ആചാര്യ വിനോബ ഭാവെ 1951 ഇവിടം സന്ദർശിച്ചപ്പോൾ ഭൂമിയുള്ളവർ ഇല്ലാത്തവർക്ക് ദാനം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും തുടർന്ന് 2 ജന്മിമാർ തങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെയാണ് ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കമായത്. അതുകൊണ്ട് തന്നെ പോച്ചമ്പള്ളി ഗ്രാമത്തിന്റെ പേരിന് മുൻപായി ഭൂദാൻ എന്ന വിശേഷണവും കൂടി നൽകിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ നീളുന്നതാണ് ഈ നാടിന്റെ നെയ്ത്തു ചരിത്രം. 18-ാം നൂറ്റാണ്ട് മുതൽ പോച്ചമ്പള്ളിക്കാർ പട്ടുസാരി നിർമ്മാണത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു. അതോടെ പോച്ചമ്പള്ളിയുടെ ഖ്യാതി വിദേശങ്ങളിലേക്കും പരന്നു. പിന്നീട് അങ്ങോട്ട് പോച്ചമ്പള്ളി വസ്ത്രനിർമ്മാണ രംഗത്ത് ഒരു തിളങ്ങുന്ന പേരായി മാറി. പട്ടണത്തിലെ 75% ആളുകളും നെയ്ത്തുജോലി ചെയ്താണ് ഉപജീവനം കണ്ടെത്തുന്നത്. ജോലിക്കാരെ കൂട്ടിയിണക്കാനും ന്യായമായ വില ഉറപ്പാക്കാനും സഹകരണ സംഘവും പോച്ചമ്പള്ളിയിലുണ്ട്. ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നെയ്ത്ത് രീതിയാണ് പോച്ചമ്പള്ളിയിലുള്ളത്. ടൈ ആൻഡ് ഡൈ എന്ന ഈ രീതി കണ്ടു നിൽക്കുന്നതും ഒരു രസകരമായ അനുഭവമാണ്. ഗ്രാമീണരായ ജനങ്ങൾക്ക് അതിഥികളെ സ്വീകരിക്കാനും നെയ്ത്തുവിദ്യയെപ്പറ്റി പറഞ്ഞു തരാനും ഒരു മടിയുമില്ല. മികച്ച പട്ടുസാരികൾ ഇവിടെ നിന്നും കുറഞ്ഞ തുകയ്ക്ക് വാങ്ങാനുമാകും. ഹൈദരാബാദ് നഗരത്തിലെ പ്രമുഖ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. IT മേഖലയിലെ നേട്ടങ്ങളിലൂടെയാണ് പ്രസിദ്ധമെങ്കിലും ഈ നഗരത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യവും നിങ്ങൾക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ടാകും. ഡെക്കാൻ ഭൂപ്രകൃതിയുടെ സൗന്ദര്യം കൂടിയാകുമ്പോൾ ഹൈദരാബാദ് ഇന്ത്യയിലെ തിരക്കേറിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായും മാറുന്നു.